ഗൈസ്, വെൽക്കം ബാക്ക്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പാണ് ഗൈസ് ഇന്നത്തെ. അത് കുറച്ച് ഡേയ്സ് ആയിട്ട് ഒരു പ്ലാനും ഇല്ലാത്തൊരു ട്രിപ്പാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇറങ്ങിയത് വാഗമൺ പോകാനാണെങ്കിലും നമ്മൾ എത്തിയത് കൊടൈക്കനാലാണ്. അതായത് നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി വന്നു കഴിഞ്ഞ് ക്ഷീണിച്ച് കാറിനൊന്ന് സർവീസ് കയറ്റാൻ ചെന്ന വഴി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പറഞ്ഞു, ചുമ്മാ റീല് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞാൽ വാഗമൺ വരെ പോകാൻ. അങ്ങനെ ഞങ്ങൾ അന്ന് പെട്ടി കിടക്കി എടുത്ത് നേരെ വാഗമണിലോട്ട് വരും. അങ്ങനെ നമ്മൾ വാഗമണ്ണൊക്കെ എത്തിയിട്ടുണ്ട്. വാഗമൺ ആയതുകൊണ്ട് കുറച്ച് കറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വിശന്ന് വലിഞ്ഞ് നമ്മൾ ഒരു ചെറിയ കടയിൽ കയറി നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ബ്രെഡ് ഓംപ്ലേറ്റ് ആണ് വാങ്ങിയത്. കൂടെ ഒരു ചെറിയ കട്ടനും കൂടെയൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇതൊരു പാതിരാത്രിയാണ് ഗൈസ്. വിശന്ന് വലിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കിട്ടിയതാണ് ചെറിയ കുഞ്ഞ് ഓംപ്ലേറ്റ്. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇന്ന് ഇതുകൊണ്ട് നമ്മൾ കഴിച്ചു പീസ്. പിന്നെ നമ്മൾ ഓരോരോ സ്പോട്ടുകൾ കാണുമ്പോൾ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിർത്താറുണ്ട്. ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ്, കൂടെ ഉറങ്ങാതിരിക്കണമല്ലോ. അങ്ങനെ നമ്മൾ വാഗമണ്ണ വഴി ആയതുകൊണ്ട് കുറച്ച് ദൂരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു നല്ല പന്നിക്കുട്ടികളെയൊക്കെ കാണാറുണ്ടായിരുന്നു. ഒരു കൂട്ടം കുഞ്ഞി പന്നിക്കുട്ടികൾ. ഒരെണ്ണത്തെ അടിച്ച് വണ്ടിക്കകത്ത് കയറ്റണമെന്നുണ്ടായിരുന്നു. പിന്നെ വെറുതെ വിട്ട. അങ്ങനെ നമ്മൾ ദാണ്ടേ ബോർഡറിലോട്ട് കയറാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. ആദ്യം ദാണ്ടേ നമ്മുടെ ഒരു വാട്ടർഫോൾസാണ് കണ്ടത്. എനിക്ക് സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എൻ്റെ ഒരു 10ാം ക്ലാസ്സാണ് ഓർമ്മ വന്നത്. ഭയങ്കര നൊസ്റ്റു അടിച്ചിട്ടാണ്. എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനൊക്കെ ഞാനത് അയച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു പ്ലേസ് ഓർമ്മയുണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ഒരു നൊക്ലാജിയെ ഫീൽ ചെയ്തു. കാരണം നമ്മൾ അന്ന് ടൂറൊക്കെ വന്നപ്പോൾ എടുത്ത ഫോട്ടോയൊക്കെ അവിടെ വെച്ചായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടുവന്ന് അവിടെ തൊട്ട് നമുക്ക് നല്ല തണുപ്പാണ് ഗൈസ്. ഒരു സോക്സും കയ്യിലൊരു സോക്സും ഒക്കെ വാങ്ങി വണ്ടിക്കകത്ത് കയറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ വെളുപ്പിനെ ആയിട്ടുണ്ട്. വെട്ടമൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ റൂംസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അക്ഷയ് പറഞ്ഞു നമുക്ക് തന്നെ കിഡിലും സ്പോട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ഭീകരത നിറച്ച ഒരു വഴിയിലൂടെയാണ്. സത്യം പറഞ്ഞാൽ വഴി കണ്ട് പേടിച്ചാണ് കാരണത്തിരുന്നത്. ഇങ്ങനെ ഒരു വഴി ഞങ്ങൾ ശരിക്കും ഒരു കാടിനകത്തോട്ട് തന്നെയാണ് പോയത്. കാരണം ചുറ്റും നമ്മുടെ ഈ എർത്തിൻ്റെ കമ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ മനുഷ്യർ പോലും കാണുന്നില്ല. പിന്നെ ആപ്പിൾ തോട്ടങ്ങളായിരുന്നു അവിടെയൊക്കെ. പക്ഷെ നല്ലൊരു പ്ലേസാണ്. ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ ഒരു കൂട്ടം കാട്ടുപോത്തുകളൊക്കെ കണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പേടി വന്നു. കാരണം ഒരു മനുഷ്യർ പോലും ഇല്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരാളെ കണ്ടപ്പോഴാണ് ഒരു ആശ്വാസമൊക്കെ ആയി. പിന്നെ അത്യാവശ്യം നല്ല വെട്ടമൊക്കെ വന്നപ്പോൾ നമ്മൾ നല്ല കിടക്കാച്ചി സ്പോട്ടിൽ പോയിരുന്ന് കുറേ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ റൂമൊക്കെ തപ്പാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് നല്ലൊരു റൂം കിട്ടി. വർത്തായിരുന്നു. 2 റൂം, ഒരു വലിയ ഹാള്, കിച്ചണ്, 2 ബാത്റൂമൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലം കിട്ടി. വർത്തായിരുന്നു. അപ്പം നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് 2 മണിക്കൂർ നമുക്കൊന്ന് ഉറങ്ങി. കാരണം ഇത്ര ക്ഷീണമൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്തു. ബട്ട് അടിപൊളിയായിരുന്നു. ആ തണുപ്പിൻ്റെ കൂടെ ഒരു കുളിർ മഴ. അങ്ങനെ 2 മണിക്കൂർ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഗുണ കേവിലോട്ട് പോകാനുള്ള പ്ലാനിലോട്ട് പോവുകയാണ്. പക്ഷേ ഗുണ കേവിലോട്ട് എത്തിയപ്പം അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടോട്ട് കയറാൻ പറ്റിയില്ല. കയറിയാലും ചിലപ്പം ഇറങ്ങാൻ കുറേ ടൈം എടുക്കും. നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കുറച്ച് വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ അടിപൊളി പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എവിടെ പോയാലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചില്ല, ഒരു സമാധാനമില്ല. പിന്നെ ചുമ്മാ കുറേ കടയിൽ കയറില്ലെങ്കിലും അതും സമാധാനം കിട്ടത്തില്ല. അങ്ങനെ ആദ്യം തന്നെ ഞാൻ വാങ്ങുന്ന ഒരു ക്യാപ്പാണ്. കാരണം കുറേ തണുപ്പൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സുഖത്തിന് വേണ്ടി ഒരു ക്യാപ്പൊക്കെ വാങ്ങിച്ചു. വില പേശി ചെറിയ വിലയ്ക്ക് ഒരു സാധനം വാങ്ങി തലയിൽ വെച്ചു. പിന്നെയും ചെറിയ കുഞ്ഞു ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ വാങ്ങിച്ച് കയ്യിൽ പിടിച്ചു. പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ചോദിക്കുക, വില കേൾക്കുക, പോവുക, ഇതൊക്കെ തന്നെ സ്ഥിരം. എല്ലാ സാധനങ്ങളൊന്നും ഞാൻ ഒഴിവാക്കത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ കാണും, അത് ഞാൻ വാങ്ങിച്ചു. ഒരു ചെറിയ മെമ്മറിക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും സ്പോട്ടിൽ പോയിട്ട് ഇങ്ങനെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് എൻ്റെ ഒരു വലിയ ഹോബിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി എൻ്റെ കഷ്ടപ്പാട് കണ്ടു ഗൈസ്. അങ്ങനെ ഞാൻ വലിഞ്ഞു കയറിയപ്പോൾ അവിടെ ഒരു കുരങ്ങോടി വന്നു. ആ കുരങ്ങൻ പാഞ്ഞു വരവ് കണ്ടപ്പോൾ ഞാൻ പേടിച്ച് പോയി ഗൈസ്. എനിക്ക് ഒന്നും കൂടെ വീഡിയോ എടുക്കേണ്ടി വന്നു. അങ്ങനെ സ്ലോ മീഡിയയിൽ ഒന്നും കൂടെ വീഡിയോ എടുക്കുകയാണ്. ക്യാമറമാൻ അക്ഷയ് പുരുഷോത്തമനോടൊപ്പം ദേവിക ബാബു. അങ്ങനെ വളരെ സ്ലോ മോയിൽ ഞാൻ നടന്നു പോവുകയാണ്. ഞാൻ അവിടെ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ കാലുളുക്കി. എന്നാലും ആ വേദനയൊക്കെ സഹിച്ച് വീഡിയോ എടുക്കണം എന്നുള്ള ആകാംക്ഷയോടെ ഞാനിങ്ങനെ നടന്ന് പോവുകയാണ് ഗൈസ്.
അത്യാവശ്യം കുറേ വീഡിയോസും റീൽസിനും ഉള്ളതൊക്കെ ഞാൻ എടുത്ത് ഗൈസ്. അങ്ങനെ ഞാൻ ചാടി തുള്ളി പോവുകയാണ്. ഇനി ബായ്. ഓരോ സ്ഥലത്ത് നമ്മൾ സ്പോട്ട് നല്ല നല്ലതാണ്, കാരണം നമുക്ക് ഓരോ സ്പോട്ടും വിടാൻ പറ്റാത്ത അത്രയും ഭംഗിയായിട്ടുള്ള രീതിയല്ലേ. അങ്ങനെ നമ്മുടെ റീൽസും വീഡിയോസും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ദാണ്ട വണ്ടി കയറി നേരെ റൂമിലോട്ട് വിടുകയാണ്. അങ്ങനെ റൂമിലോട്ട് വിടുന്ന വഴിക്ക് ദാണ്ട വഴിയോര സ്ഥലങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. ഈ ക്യാരറ്റ്, ചോളം, അതുപോലത്തെ കട. അപ്പം ചോളം കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പം അങ്ങനെയാണ് നമ്മൾ ചോളമൊക്കെ കഴിക്കാൻ പോകുമായിരുന്നു. അവിടുത്തെ ആ ഒരു തണുപ്പത്ത് നല്ല ചൂട് ചോളം, അത് നല്ല ഉപ്പും മുളകും ഒക്കെ ഇട്ട് തിന്നെ നല്ല ടേസ്റ്റായിരുന്നു. തിന്ന് കഴിഞ്ഞ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പൈസ കൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമുക്ക് അക്കൗണ്ടിലാണ് പൈസ. അപ്പോൾ QR ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരുടെ ഉണ്ടായിരുന്നു, നമുക്ക് വേറെ നിവർത്തിയില്ല. അതെന്തുകൊണ്ട് അവർ QR കൊടുക്കുകയെന്ന് വെച്ചാൽ അവിടെ അടുത്ത് അങ്ങനെ ATM അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് ക്യാഷ് തന്നെയാണ് കൊടുക്കുന്നതായിരുന്നു ഏറ്റവും ഇത്. അപ്പം അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മൾ ലാസ്റ്റ് QR തന്നെ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ റൂമിലോട്ട് വിട്ടു. നമ്മൾ റൂമിൽ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ടൈമായി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഫുൾ ഇരുട്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പം നമുക്ക് ഫുൾ കാഴ്ചകളൊക്കെ കാണണമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെളുപ്പിനേ തന്നെ ഇറങ്ങി. അങ്ങനെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കൊടൈക്കനാലിൽ എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലോട്ട് വാങ്ങിച്ചില്ലേ, അത് മോശമില്ല ഗൈസ്. നല്ല രാവിലെ ആയതുകൊണ്ട് അവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. കടയൊക്കെ തുറന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ ഒരു സൂര്യനൊക്കെ പൊങ്ങി വന്നതും ആ ഒരു വ്യൂവും എല്ലാം അടിപൊളിയായിരുന്നു. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. കുറച്ച് തേയിലയും ചോക്ലേറ്റ്സും, അമ്മയ്ക്കൊക്കെ ഒരു എണ്ണ ഉണ്ടായിരുന്നു, ഒരു ഔഷധത്തിൻ്റെ എന്തോ സംതിങ്, അതും എല്ലാം നമ്മൾ വാങ്ങി. കുറേ സാധനങ്ങളുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും, പക്ഷെ നമുക്കെല്ലാം വാങ്ങിക്കാനുള്ള പറ്റില്ലല്ലോ. അപ്പം വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചു, നേരെ വിട്ടു വീട്ടിലേക്കും. അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴി നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് ബോർഡർ തന്നെയാണ്. അപ്പോൾ നമുക്ക് വിശന്നത് കൊണ്ട് നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ട് ഒരു പഴയകാല തനിമ, അതായത് നമുക്ക് പ്ലേറ്റോ കാര്യങ്ങളൊന്നുമില്ല. മേ ബി അവർക്ക് വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ കൊണ്ടാണോ അതാ ഒരു പഴമയുടെ കൊണ്ടാണോ എന്നറിയത്തില്ല. നല്ലൊരു സ്പോട്ടായിരുന്നു. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കോലമൊക്കെ വരച്ച്, തമിഴ്നാട്ടിൽ മിക്ക സ്ഥലത്തും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പം നമുക്ക് കണ്ട് എല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് തന്നു. എന്നിട്ട് അവിടെ ഞാൻ ഇഡ്ഡലിയാണ് പറഞ്ഞത്, ഇഡ്ഡലി, അതിൻ്റെ കൂടെ കുറേ 3 ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അവർ ദോശയൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ ഇലയിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ തളിച്ച് അതിനകത്ത് 2-3 ഇഡ്ഡലിയൊക്കെ ഇട്ട് നമ്മുടെ ചട്നിയൊക്കെ ഇട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കാണുമ്പോൾ തന്നെ. അപ്പം തന്നെ ഭയങ്കര വിശപ്പ് തോന്നും. ഒന്നാമത് വിശന്ന് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല പൂ പോലത്തെ ഇഡലി, അതിൻ്റെ കൂടെ നമുക്ക് ചട്നിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ ചട്നി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ടും ഒക്കെ ഒഴുകിപ്പോവും. ബട്ട് നന്നായിട്ട് കുഴച്ച് തിന്നത് കൊണ്ട് പെട്ടെന്ന് ഒഴുകി പോകാതെ എൻ്റെ വയറ്റിൽ. ഫുഡ് ഇടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ നമുക്ക് ആ മലയുടെ അവിടുന്ന് നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കാറ്റാടി മരം കണ്ട്, ഇങ്ങനെ നമ്മുടെ കാറ്റാടിയില്ലേ കറങ്ങുന്നേ, അപ്പോൾ നമുക്ക് ഓർത്തുനിന്ന് അവിടം വരെ ആ സ്പോട്ട് വരെ ഒന്ന് പോയാലോ. അപ്പോൾ നമ്മൾ നേരെ ലൊക്കേഷൻ ഇട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാമായിരുന്നു. അതും ഒരു ഗ്രാമത്തിലൂടെയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ആൽമരത്തിലൊക്കെ അപ്പാപ്പന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ. അങ്ങനെ ആ കാറ്റാടി സ്പോട്ടിലെത്തി നമ്മൾ വണ്ടിയൊക്കെ നിർത്തി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുവാണ്. ആളൊഴിഞ്ഞൊരു പ്രദേശത്താണ് നമ്മൾ നിർത്തിയത്. നമ്മൾ കാണുന്ന പോലെയല്ല സാധനം, ഭയങ്കര വലിയ വലിപ്പമുള്ളൊരു സാധനമാണിത്. നല്ല രസമുണ്ടായിരുന്നു. കുറേ ഇങ്ങനെ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇത്ര ദൂരം മാറിയാണ് ഇത് സംഭവങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ ചെറിയൊരു പുഴയുണ്ടായിരുന്നു. അവിടെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ്, നമ്മളെ പിടിക്കുന്നതല്ല, വേറൊരു ടൈപ്പായിട്ടാണ് അവർ പിടിക്കുന്നത്. പിന്നെ ഈ നാട്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട്. ഒരുപാട് കൃഷി നമ്മൾ കണ്ടു. ചോളത്തിൻ്റെ, ക്യാബേജ്, ഉള്ളി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആടുകൾ, കുറേ ആടുകളൊക്കെ തന്നെ ഒരു ഇങ്ങനെ മേയിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി നമ്മൾ ഈ പോകുന്ന വഴിയിലാണ്ട് പവർ സ്റ്റേഷൻ കണ്ടു. പെരിയാറിൻ്റെ എന്നാ വലിയ സാധനമല്ലേ, അത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് പേടി തോന്നും. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന ആ ഒരു 4 പൈപ്പ് കാണുമ്പോൾ.
അവിടെ നമുക്ക് നിൽക്കാൻ സ്പേസ് ഇല്ല, കാരണം ഇങ്ങനെ വണ്ടി ഇങ്ങനെ തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്നും ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ നേരെ കണ്ട് നമ്മുടെ വീടെത്താറായി. അങ്ങനെ അമ്മ നമ്മളെ നോക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള വീട്ടിലെത്തി. ബൈ ബൈ ഗൈസ്.